പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഗുണങ്ങളറിയാത്ത മലയാളികൾ കുറവാണ്. വീട്ടിൽ കുഞ്ഞ് പിറക്കുമ്പോഴാണ് കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കാൻ തേങ്ങാപ്പാലുരുക്കി ഉരുക്കെണ്ണ ഉണ്ടാക്കുന്നത്. ശുദ്ധമായ നറുമണമുള്ള ഉരുക്കെണ്ണ ത്വക്ക് രോഗങ്ങൾക്കുള്ള ദിവ്യ ഔഷധമാണ്. ലോറിക് ആസിഡിന് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. മുലപ്പാൽ കഴിഞ്ഞാൽ ലോറിക് ആസിഡ് കൂടുതലുള്ളത് ഉരുക്ക് വെളിച്ചെണ്ണയിലാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ദിവസവും 1-2 ടീസ്പൂൺ ഉരുക്കെണ്ണ കഴിക്കുന്നതിലൂടെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ച് വൈറസ്, ബാക്ടീരിയ, ഫംഗസ് രോഗങ്ങളെ ചെറുക്കുന്നു. ഉരുക്കെണ്ണ രക്തത്തിലെ നല്ല കൊളസ്ട്രോളായ HDLനെ കൂട്ടുന്നു, പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു, യുവത്വം നിലനിർത്തുന്നു. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള നാടൻ തെങ്ങിൽ നിന്ന് എടുക്കാവുന്ന ഉരുക്കെണ്ണയുള്ളപ്പോൾ നമുക്ക് എന്തിനാ അന്യദേശത്ത് വിഷമടിച്ചുണ്ടാക്കുന്ന ഒലിവ് ഓയിലും മറ്റും? നമുക്ക് വളരെ എളുപ്പത്തിൽ ഉരുക്കെണ്ണ ഉണ്ടാക്കാം. ഞാനിവിടെ 4 നല്ല വിളഞ്ഞ തേങ്ങ ഉടച്ച് 3 മണിക്കൂർ വെയിലത്ത് വെച്ച് അതിനെ കത്തി കൊണ്ട് ഇളക്കിയെടുത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തു. വീട്ടിൽ തേങ്ങ തിരുമുന്ന മെഷീനോ മനുഷ്യനോ ഉണ്ടെങ്കിൽ അങ്ങനെ തിരുമിച്ചെടുക്കാം. ഇത് ആദ്യം 3 കപ്പ് ചെറുചൂടുവെള്ളം ഒഴിച്ച് തിരുമി 1-ാം പാലും പിന്നെ ഇങ്ങനെ തന്നെ 2-ാം പാലും പിഴിഞ്ഞെടുത്തു. ഇത് ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ 3-4 മണിക്കൂർ വയ്ക്കുമ്പോൾ തേങ്ങാപ്പാലിലെ മുഴുവൻ ക്രീമും മുകളിൽ വരും. ഇതിനെ ചുവട് കട്ടിയുള്ള ഉയരമുള്ള സ്റ്റീൽ പാത്രത്തിലേക്കോ ഓട്ടുരുളിയിലേക്കോ മാറ്റി തിളപ്പിക്കാം. ബാക്കി വരുന്ന വെള്ളം കളയല്ലേ. നമുക്കിത് കടലക്കറിക്കോ ബിരിയാണി ഉണ്ടാക്കാനോ എടുക്കാം. പാലിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. കൈപ്പിടി നീളമുള്ള പരന്ന തവിയിട്ട് ഇളക്കിയില്ലെങ്കിൽ എണ്ണ തെറിച്ച് പണി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് വായി നോക്കി നിൽക്കാതെ ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ മുഴുവൻ വറ്റി എണ്ണ തെളിഞ്ഞ് കക്കം ബ്രൗൺ നിറമാകാൻ തുടങ്ങുമ്പോൾ തീ അണയ്ക്കാം. ഇത് കരിഞ്ഞു പോകരുത്. തണുക്കുമ്പോൾ വൃത്തിയുള്ള തുണിയിൽ അരിച്ചെടുക്കുകയോ ഇതുപോലെ കഷ്ടപ്പെട്ട് കക്കം ഒതുക്കി വെച്ച് കുപ്പിയിൽ ഒഴിക്കുകയോ ചെയ്യാം. ഉരുക്കെണ്ണയുടെ നറുമണമടിച്ച് ചുറ്റും കൂടുന്നവർക്ക് കുറച്ച് കക്കം കൊടുത്ത് പറഞ്ഞുവിടാം. നമ്മുടെ കയ്യിലിരിപ്പ് പോലിരിക്കും നമ്മുടെ ആരോഗ്യം. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഉരുക്കെണ്ണ പ്രയോഗം തുടങ്ങിക്കോളൂ. ബൈ.